2026 നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയർ, ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്ത ഒരു അമേസിംഗ് ഇയർ ആക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബൈ ദ വേ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഐ എം അബിൻ മഹാദേവ്. ഐ എം എൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ആൻഡ് സ്റ്റഡി അബ്രോഡ് കോച്ച്. ഐ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു മേക്ക് വൈസർ ആൻഡ് സ്മാർട്ടർ ഹയർ എഡ്യൂക്കേഷൻ ഡിസിഷൻസ്. നിങ്ങൾ ഇതുവരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 2026 കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ആയി പോകാനുള്ള സാധ്യതയാണുള്ളത്. സോ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഇയർ, നമ്മുടെ മേജർ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു വർഷമാക്കി 2026 മാറ്റാൻ വേണ്ടി സാധിക്കുക? സോ ഇതിനുവേണ്ടി ഒരു 20 മിനിറ്റ്സ് നിങ്ങളൊരു പ്രൈവറ്റ് ടൈം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സോ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ഏത് വർഷത്തെയും തിരിഞ്ഞു നോക്കുമ്പോൾ ആ വർഷത്തിൽ നടന്നിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത്. ആഗ്രഹിച്ചത് അതൊന്നും നേടാൻ പറ്റിയില്ല, അത് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാൻ പറ്റിയില്ല, അത് നടപ്പിലാക്കേണ്ടതായിരുന്നു അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. എന്നാൽ അതിന് പകരം ഫോക്കസ് ഓൺ വാട്ട് വെൻറ്റ് വെൽ. എന്തൊക്കെ കാര്യങ്ങളാണ് നല്ല രീതിയിൽ നടന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നു. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ടോപ്പ് 3 ഒന്ന് റെക്കോർഡ് ചെയ്യുക. സോ നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബിൽ കുറച്ച് നേരമെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ട്. സോ 2026 ബെസ്റ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് 2025 ടോപ്പ് 3 വിൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായാൽ പോരാ, അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യണം. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗോൾസ് ആണ് 2026 അക്കംപ്ലിഷ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അതിനുള്ള എനിക്കൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാവരും കരിയർ ബേസ്ഡ് ഗോൾ മാത്രമായിരിക്കും എഴുതുക. നമ്മളൊരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ നമ്മൾ കരിയറിൽ മാത്രമല്ല ജീവിക്കുന്നത്. നമ്മളൊരു മിനിമം 4 ഡയമെൻഷനിലുള്ള ഗോളെങ്കിലും എഴുതണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫാമിലിക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഇനി സ്പിരിച്വൽ ആയിട്ടൊരു സൈഡിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ഗോൾസ് എന്തൊക്കെയാണെന്ന് വേണേൽ കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഫൺ, ത്രിൽ, അഡ്വഞ്ചർ അങ്ങനത്തെ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ, ഇനി കൊടുക്കാത്തവരാണെങ്കിൽ കൂടി അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് ഈ വർഷം ഒരു സ്ഥാനം കൊടുക്കണം. അങ്ങനെ ഒരു 4 ഡയമെൻഷനിൽ, ഇനിയിപ്പോൾ ചാരിറ്റി, സർവീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുൾ ആവും. സോ ഒരു 4 ഡയമെൻഷനെങ്കിലും, അതൊരു 12 ഡയമെൻഷൻ വരെയാണ് ഇൻ്റർനാഷണലി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ബുക്ക് പോലുള്ള ബുക്ക് വഴി അതിൻ്റെ ഒറിജിനേറ്റേഴ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു 4 ഡയമെൻഷൻസിലെങ്കിലും ഈ ഗോൾസ് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഈ നോട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഇന്ത്യയിലത്തെ ഫേമസ് ഒരു കോച്ചായുള്ള രാഹുൽ ജെയിൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ രാഹുൽ ജെയിൻ സാർ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ എഴുതി വെച്ച ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കുറേയധികം ആൾക്കാർക്ക് എഴുതി വെച്ച ലക്ഷ്യങ്ങളില്ലായിരുന്നു. സോ അപ്പോൾ പുള്ളി പറഞ്ഞു, സോ എഴുതി വെച്ച ലക്ഷ്യങ്ങളില്ലെങ്കിൽ യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റ്. അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ലെസ് ദാൻ 10% മാത്രമാണ്. വേറെ രീതി പറയുകയാണെങ്കിൽ 90% എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങൾ ആണെങ്കിൽ അച്ചീവ് ചെയ്യില്ല എന്ന് തന്നെ ആൾ ഉറപ്പിച്ചാണ് പറയുന്നത്. സോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഫസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. അത് എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാൻ ഈ പറയുന്നത് സയൻസിൻ്റെ ഒരു ബാക്കപ്പ് കൂടി വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോ ഡൊമിനിക്കൻ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, ഒരു യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്റ്റഡീസ്, അതായത് ഗോള് എഴുതി വെച്ചവരും മനസ്സിൽ വെച്ചവരും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ഇരട്ടി ആണ് ഇവരുടെയൊക്കെ റിസൾട്ട്സിനകത്ത് വ്യത്യാസം ഉണ്ടായത്. സോ എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ടാസ്ക്. പ്ലീസ് റൈറ്റ് ഡൗൺ. ഇനി ഈ റൈറ്റ് ചെയ്ത ഗോൾസിനകത്ത് ഇപ്പോൾ ഈ 4 ഡയമെൻഷനിലും ചിലപ്പം ഓരോ ഡയമെൻഷനിലും ഒരു 3 ഗോൾ ഉണ്ടെങ്കിൽ 3 into 4 12 12 ഗോൾസ് ഉണ്ടായിരിക്കും. ഇതിനകത്തെ ഒരു ടോപ്പ് 3 ഗോൾസ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് ബാക്കിയുള്ള ഗോൾസും ചെയ്യാവുന്നതാണ്. ഈ ടോപ്പ് 3 ഗോൾസ് എടുത്തിട്ട് 1 by 1 ചെയ്തിട്ട് ബാക്ക്വേർഡ് ഇൻ്റർപൊളേഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, 2026 ഡിസംബറിനുള്ളിൽ
ഇന്നൊരു കാർ എടുക്കണമെന്നാണ് ആഗ്രഹം, അല്ല ഇന്നൊരു ടെസ്റ്റ് പാസ്സാവണമെന്നാണ് ആഗ്രഹം. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എത്ര കാശാണ് വേണ്ടത്, നെക്സ്റ്റ് ആ കാശ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇനി ആ ടെസ്റ്റ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് പ്രിപ്പയർ എങ്ങനെ വേണം ചെയ്യേണ്ടത്, അതിന് ഏത് ടൈപ്പ് ഓഫ് കോച്ചിങ് ആണ് എടുക്കേണ്ടത്, ഇനി അതിന് എൻ്റേതായിട്ടുള്ള സ്കിൽസ് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്. ഇത് ഏത് സെഗ്മെൻറ്റിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇവൻ ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആണെങ്കിൽ പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഒരു ആനയെ തിന്നാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്ടിക്കലി അതിനുള്ള ആൻസർ ഇതാണ്, യെസ് പോസിബിൾ, ബൈറ്റ് ബൈ ബൈറ്റ്. അത് ഒരു കടി 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 വെച്ചിട്ടാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. സോ അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം RAS എന്ന് പറഞ്ഞ ഒരു ഫങ്ഷനെ ട്രിഗർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എവിടെ നിന്നാണ് ഫങ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ലോവർ പാർട്ടിൽ നിന്നാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതെന്താണെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫോക്സ് വാഗൻ്റെ വൈറ്റ് ഒരു ജെറ്റ കാറാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്, ഈ കാർ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തീവ്രമായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാർ തന്നെയായിരിക്കും കാണുന്നത്. ഇത് ഏത് സെഗ്മെൻറ്റിലും എക്സാമ്പിൾ ബാധകമാണ്, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു RAS നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്, നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ റെലവൻ്റ് ആയതും അല്ലാത്തതും ഒത്തിരി കാര്യങ്ങൾ റോഡിലുണ്ട്. പക്ഷേ ചിലർ മാത്രം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സാരി അങ്ങനെ എടുക്കണമെന്നുള്ളവർ അതിൻ്റെ റിലേറ്റഡ് ഹോർഡിങ്സ് അവർ കൃത്യമായിട്ട് കാണും. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ അത് കാണുന്നുണ്ടായിരിക്കാം, ബട്ട് അത് ശ്രദ്ധിക്കുന്നില്ല. സോ ഈ RAS വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഇടയ്ക്കിടയ്ക്ക് RASന് ഈ കമാൻഡ് നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കണം. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ഡെയിലി ബേസിസിൽ തന്നെ 10 സെക്കൻഡ് മതി ഈ ഗോൾസ് ഒന്ന് ചുമ്മാ ഒന്ന് നോക്കുക. RASന് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഡെയിലി പറ്റില്ലെങ്കിൽ വീക്കിലി 1 ടൈം എങ്കിലും ഈ 10 സെക്കൻഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ മൈൻഡ് വിൽ ബി ഫോക്കസ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കും ലക്ഷ്യവും തമ്മിൽ നമ്മളെ എത്തിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അതിന് പറയുന്ന പേരാണ് കഴിവുകൾ അല്ലെങ്കിൽ സ്കിൽസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ടോപ്പ് 3 ബുക്സ് വായിച്ചാൽ മതിയെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ആ ടോപ്പ് 3 ബുക്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ സമയബന്ധമായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ റീഡിങ് സ്പീഡ് കൂട്ടണം എന്നുള്ള കഴിവാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ കഴിവ് കൂട്ടാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ വണ്ടി ഓടിക്കണം എന്നുള്ളത് ഒരു സ്കില്ലാണ്. അതുപോലെ ഏത് സെഗ്മെൻറ്റിലാണെങ്കിലും ടോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ്സിൽ ടോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്കിൽസ് കൂടിയേ തീരുള്ളൂ. ഇനി ഒരു ജോലി കണ്ടെത്തുന്നതിനാണെങ്കിൽ ജോബ് സെർച്ച് സ്കിൽസ്, അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ റോൾസിലാണെങ്കിൽ അതിൻ്റെ ചില ടെക്നിക്കൽ സ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ്. അപ്പം ഈ സ്കിൽസാണ് പലപ്പോഴും ആൾക്കാരെ അവരുടെ ലക്ഷ്യവും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ നിർത്തുന്നത്. ഈ ഒരു സ്കിൽസ് നമ്മൾ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള അടുപ്പം കുറയും. കാരണം മോട്ടിവേഷൻ എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ സ്കിൽസ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാൻ അതിനോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ നമ്മുടെ ബ്രെയിനിന് തോന്നും. വീണ്ടും അവിടെ RAS കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള സാധ്യത 10x ആണ്. ഒരു വർഷമെന്ന് പറഞ്ഞാൽ 4 ക്വാർട്ടർ കൂടുന്നതാണ്. 4 × 3 12. സോ 4 ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിനകത്ത് തന്നെ മാസങ്ങളാണ് വരുന്നത്. മാസങ്ങളെന്ന് പറഞ്ഞാൽ വീക്കുകളാണ് വരുന്നത്. സോ ഓരോ ആഴ്ചയും ഓരോ ക്വാർട്ടറും ഓരോ മന്തിനെയും ഡിവൈഡ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അത് എത്രത്തോളം ക്ലാരിറ്റി നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലാരിറ്റിയിൽ തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ട്രാക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജനുവരിയുടെ ഫസ്റ്റ് വീക്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വീക്കിൽ ചെയ്തോ, അല്ലെങ്കിൽ ഈവൻ 2 വീക്സ് കൂടുമ്പോഴാണെന്ന് പറഞ്ഞാൽ പോലും കറക്റ്റായിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് പോവുക. അവിടെ നമുക്ക് എവിടെയാണ് പാളിച്ചകൾ വരുന്നത്, മേ ബി കൂടുതൽ സമയം അനാവശ്യമായിട്ട്, അതായത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കാരണമല്ലാത്തതെല്ലാം തന്നെ ഡിസ്ട്രാക്ഷൻസാണ്. സോ ഒരുപക്ഷെ ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം സമയം കൊണ്ടുപോകുന്നത്. അപ്പം ഒന്ന് ബാക്ക്വേഡ് ഇൻ്റർപ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച എൻ്റെ സമയം എവിടെയൊക്കെയാണ് പോയത്, ഈ ഒരു സമയം എനിക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സമയം ഒന്നും അല്ലെങ്കിൽ
ഇപ്പോൾ രാത്രിയാണെങ്കിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ രാവിലത്തെ പ്രൊഡക്ടിവിറ്റി കൂടിയിരുന്നേനെ. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ടൊന്ന് ട്രാക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ഓൺലി ദോസ് ദാറ്റ് ഗെറ്റ് ട്രാക്ഡ് ഓർ മെഷേർഡ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുകയും മെഷർ ചെയ്യുകയും മാത്രമാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ വെയിറ്റ് ലോസ് ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ ഉറപ്പായിട്ടും എല്ലാ ദിവസവും അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം മസിൽ മാസ് ബോഡി ബിൽഡ് ചെയ്യുന്നവർ അത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും. ഇനി സ്പ്രിൻറ്റ് റേസ് അല്ലെങ്കിൽ മാരത്തോൺ റണ്ണേഴ്സ് അവരൊക്കെ ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സീരിയസ് ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് പോകാം. ഈ ഗോൾസിലേക്ക് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് എത്താൻ പറ്റുന്ന ഒരു അൾട്ടിമേറ്റ് ഹാക്കാണ് ഞാൻ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടാക്കുന്ന വ്യക്തി ഒരു സേർട്ടൻ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കുമല്ലോ, നമ്മൾ തന്നെ നമ്മുടെ വേറൊരു വെർഷൻ ആയിരിക്കും അത്. അപ്പം ആ ഒരു ഐഡൻറ്റിറ്റി ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആ ഒരു ഐഡൻറ്റിറ്റി നിന്നുകൊണ്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യുക, ബിഹേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം മോഹൻലാൽ ഒരു മൂവിയിലെ ഒരു റോളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നിരിക്കട്ടെ. അപ്പോൾ ആ റോള് ഉറപ്പാണ് അത്രയും വലിയൊരു മഹാനടനായതുകൊണ്ട് തന്നെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ കഥാകൃത്തോ പറയുന്ന പോലെ ആയിരിക്കത്തില്ല. അവർ ചിന്തിക്കുന്നതിനേക്കാളും പല മടങ്ങ് ലെവലിലായിരിക്കും ഇദ്ദേഹം ആ റോളിനെ കണ്ടിട്ടുണ്ടാവുക. അപ്പം ആ ലെവലിൽ ഓട്ടോമാറ്റിക്കലി തിങ്കിങ്ങും ബിഹേവിയറും വരുമ്പോഴത്തേക്ക് റിസൾട്ട്സ് ആ രീതി വരും. അപ്പം നമ്മളെ തന്നെ ഒരു സെർട്ടൻ ലെവലിലോട്ട് ലിങ്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബിഹേവിയർ ആ രീതി വന്നോളും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കേസിൽ ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ആൻഡ് എ യൂട്യൂബറാണ് എന്ന് ഞാൻ എന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇത് നിങ്ങളുടെ ലൈഫിലെ സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റിയിലോട്ടാണ് ഷിഫ്റ്റ് ആവേണ്ടത്, ആ ഐഡൻറ്റിറ്റിയാണ് ഇന്ന് തൊട്ട് നിങ്ങളെന്ന് വീണ്ടും 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 മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളായിത്തീരും. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നൊക്കെ കോട്ട്സ് ഉണ്ട്. സോ ഈ പറഞ്ഞ ടെക്നിക്ക് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്യാരൻറ്റീഡ് നിങ്ങൾ എത്ര വലിയ വൈൽഡ് ഗോൾസും 2026 പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആവുന്നവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇതിനകത്തെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.